അവനെ അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത്ര വലിയ സ്ഥാനമാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ജീവിതത്തിലെ അവൻ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന്റെ ജീവിതത്തിൽ നൽകുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ടല്ലോ മനസ്സമാധാനം നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൽ വിശ്വാസത്തോടുകൂടി ഒരു മനുഷ്യൻ ഭരമേൽപ്പിച്ച് മുന്നോട്ട് ജീവിച്ചാൽ അവന് മനസ്സമാധാനമല്ലേ ലഭിക്കുന്നത്? അതവന് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? മുഅ്മിനീങ്ങളെ, ശപിക്കപ്പെട്ടവനായ പിശാചുണ്ടല്ലോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ, തീർച്ചയായും നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് ഇബ്ലീസ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ അവന്റെ ഉപദ്രവത്തിൽ നിന്നുണ്ടല്ലോ അല്ലാഹു ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്നതാ. ജീവിതത്തിലുണ്ടല്ലോ വിശ്വാസത്തോടുകൂടി അവൻ എല്ലാ കാര്യങ്ങളും നാഥനായ റബ്ബിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ അവന്റെ ജീവിതത്തിൽ നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലമുണ്ടല്ലോ ആ ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് വഴി പിഴപ്പിക്കുന്നതിന് വേണ്ടി ഇബ്ലീസ് പണിയെടുക്കുന്നതെന്നറിയുമോ? ഒരു മനുഷ്യനുണ്ടല്ലോ മരണസന്നിധിയിലെ കിടക്കുകയാണ്.